ഉമേഷ്, ഇതാണ് മാറ്റം. നമ്മുടെ കൺമുന്നിൽ കാണുകയാണ് എങ്ങനെ ഒരു നാടിനെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുപോകാം, എങ്ങനെ ക്രിയാത്മകമായി നമ്മളുടെ ശേഷിയെ ഉപയോഗിക്കാം, നമ്മളുടെ റിസോഴ്സസിനെ ഉപയോഗിക്കാം എന്ന് കാണുകയാണ്. വീടിനുള്ളിൽ മുഴുവൻ കടൽവെള്ളം കയറി കാലുകുത്താൻ പോലും ഇടമില്ലാതെ കുഞ്ഞുങ്ങളെയും ഇളിയിലെടുത്ത് നിൽക്കുന്ന എത്രയോ ദൃശ്യങ്ങൾ, അമ്മമാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അതിൽ നിന്നെല്ലാം പാടെ മാറി എത്ര വലിയ ഒരു മനോഹരമായ ഒരു പ്രദേശമായി ചെല്ലാനവും ഈ പറയുന്ന സ്ഥലങ്ങളുമൊക്കെ മാറുകയാണ്. അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ മനോഹാരിത അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നു. നേരത്തെ നന്നായി ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതിരുന്ന അമ്മമാരൊക്കെ ഇപ്പോൾ വളരെ അതിമനോഹരമായി ചിരിക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ജനതയുടെ ജീവിതത്തെ ഒരു സർക്കാർ മാറ്റിയെടുക്കുന്നത്, ക്രമപ്പെടുത്തുന്നത്. ഉമേഷ്, അതെ ഷമ്മി, ഇത് ചെല്ലാനത്തുകാർക്ക് അവരുടെ സന്തോഷം എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ്. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത്. കാരണം അവർ കുറേ നാളുകളായി അവരുടെ ഈ ദുരിതം അനുഭവിച്ചു വരുന്നു. അപ്പോഴൊക്കെ താൽക്കാലികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പോക്കും, അത് പിന്നീട് വീണ്ടും തകരും. അത് അവർക്ക് കണ്ട് ശീലമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഈ ദുരിതത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ആ ഘട്ടത്തിലാണ് ഈ LDF സർക്കാർ ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മിക്കുക എന്നൊരാശയത്തിലേക്ക് എത്തിയത്. അതും ഇവിടെയുള്ളവർക്ക് പരിചിതമല്ല. ഒരുപക്ഷെ ആദ്യമായിട്ടാണ്, സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരാശയം വരുന്നത്. ആ കടൽ ഭിത്തി, ഈ ടെട്രാപോഡ് മാതൃകയിലുള്ള കടൽ ഭിത്തി കൊണ്ട് എത്രത്തോളം സംരക്ഷണം ഉണ്ടാകും, അതും ഈ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവം തന്നെ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ഭയം. പക്ഷേ അത് ആ ആശങ്ക അല്ലെങ്കിൽ ആ ഭയം അസ്ഥാനത്തായിരുന്നു എന്നുള്ളത് അവരുടെ തുടർന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ബോധ്യമായി. കാരണം 2023 ഈ ആദ്യഘട്ടം യഥാർത്ഥത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ടെട്രാപോഡ് കടൽ ഭിത്തിയുടെ 7.3 കിലോമീറ്റർ ദൂരം, ചെല്ലാനം പഞ്ചായത്തിൽ 7.3 കിലോമീറ്റർ, ചെല്ലാനം ഹാർബർ മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പുത്തൻതോട് ബീച്ച് വരെയുള്ള 7.3 കിലോമീറ്ററിലാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. അത് കിഫ്ബിയിൽ നിന്ന് 347 കോടി രൂപ ചെലവിട്ടാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇത് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അവിടെയുള്ളവർക്ക് അത് നേരിട്ട് ബോധ്യമായി. കാരണം തിര ആഞ്ഞടിക്കുമ്പോഴും എത്ര കടലാക്രമണം എത്ര രൂക്ഷമായി, കടൽ എത്ര പ്രക്ഷുബ്ധമായാലും വീട്ടിലേക്ക് ഒരു തുള്ളി കടൽ വെള്ളം പോലും വരുന്നില്ല എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് സുഖമായി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞത് അതിനുശേഷമായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ദിവസം മുതൽ അവർക്ക് രാത്രി ഉറക്കമില്ലാതിരുന്നിട്ടില്ല. വളരെ സുഖമായി തന്നെ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. വളരെ സന്തോഷത്തിൻ്റെ നാളുകൾ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ടെട്രാപോഡ് കടൽ ഭിത്തി എന്താണ് എന്നുള്ളത് അവർ അങ്ങനെ തിരിച്ചറിഞ്ഞു. ആ ഘട്ടം മുതൽ ഉണ്ടായ മറ്റൊരാവശ്യമാണ് ഈ 7.3 കിലോമീറ്ററിൽ കൊണ്ട് മാത്രം ഈ ചെല്ലാനം പഞ്ചായത്തുകാരുടെ ദുരിതം അവസാനിക്കില്ല. അതിനുശേഷമുണ്ട് ഈ കണ്ണമാലി ഭാഗമൊക്കെ ഉണ്ട്. അവിടെയും ഇതേ പ്രശ്നം അപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായെങ്കിലും തുടർന്നുള്ള ഭാഗത്തുകൂടി ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. അത് തുടർന്നുള്ള 6.1 കിലോമീറ്ററിലാണ്. അതും ഈ ചെല്ലാനം പഞ്ചായത്തിൻ്റെ ഭാഗം ആണ്. ഒരു കൂട്ടർ അവരുടെ പ്രശ്നങ്ങൾ എന്നേക്കും മാറിയെങ്കിലും ഈ കണ്ണമാലി ഭാഗത്ത്, അതായത് ഞാൻ നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ അപ്പോഴും കടലാക്രമണം ഉണ്ടാവുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും അതേ ദുരിതം അനുഭവിക്കുകയും അവരുടെ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ തുടരുകയും ഒക്കെ ചെയ്ത ഘട്ടമാണ്. അപ്പോഴും സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു, ഇത് 7.3 കിലോമീറ്ററിൽ അവസാനിക്കുന്നതല്ല ഈ പദ്ധതി, ഇത് തുടർന്ന് അങ്ങോട്ടും ഉണ്ടാകും. നേരത്തെ പൂർത്തീകരിച്ചതുപോലെ, അതെങ്ങനെയാണോ പൂർത്തീകരിച്ചത് അതുപോലെ സമയബന്ധിതമായി തന്നെ തുടർന്ന് അങ്ങോട്ടും പൂർത്തീകരിക്കും എന്ന് സർക്കാർ ഈ ചെല്ലാനം ജനതയ്ക്ക് നൽകിയ ഉറപ്പാണ്. അതാണ് ഇന്ന് പാലിക്കപ്പെടാൻ പോകുന്നത്. ഈ തുടർന്നങ്ങോട്ട് ഈ പുത്തൻതോട് ബീച്ച് മുതൽ തുടർന്നങ്ങോട്ട് 6 കിലോമീറ്ററിലുള്ള ബാക്കി ഭാഗത്ത് ഈ ചെല്ലാനം ടെട്രാപോഡ് കടൽ ഭിത്തിയുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദ്യഘട്ടം 2023 പൂർത്തിയാക്കിയെങ്കിലും അതിൻ്റെ ഒരു പൂർത്തീകരണ പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഇതുവരെ നടന്നിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണ പ്രഖ്യാപനത്തോടൊപ്പം ഈ രണ്ടാം ഘട്ട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് മുഖ്യമന്ത്രി ഈ പുത്തൻതോട് ബീച്ചിൽ വെച്ച് നിർവഹിക്കുകയാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഇവർക്കൊരു വലിയ വിശ്വാസമുണ്ട്. കാരണം ആദ്യഘട്ടം പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ചെയ്തു കാണിച്ചിരിക്കുകയാണ്. അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം 7.3 കിലോമീറ്ററിൽ നിർമ്മിക്കുമെന്ന് പറയുന്നു, അത് നിർമ്മിച്ച് കാണിച്ചു. അവർക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുന്നു. അതേ മാതൃകയിൽ തന്നെ തുടർന്ന് അങ്ങോട്ടും ചെയ്യും എന്ന് സർക്കാർ നൽകിയ ഉറപ്പാണ്. ഇന്ന് അതിന് തുടക്കമാവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ
ഇത് വളരെ സമയബന്ധിതമായി തന്നെ പൂർത്തിയാകുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ ചെല്ലാനത്തുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ ഒട്ടും തന്നെ ആശങ്കയോ മറ്റ് ഭയമോ ഒന്നുമില്ലാതെ ഇരിക്കാൻ കഴിയുന്നതും. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ നിർമ്മാണോദ്ഘാടനം വലിയ ഉത്സവാന്തരീക്ഷത്തിൽ നടത്താൻ ഈ ചെല്ലാനത്തുകാർ ആഗ്രഹിച്ചതും അതുപോലെ ഇന്ന് നടക്കുന്നതും. അങ്ങനെ തന്നെയാണ്. ഈ പുത്തൻതോട് ബീച്ചിൽ തന്നെ വലിയ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നു. കാരണം ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ അവർക്ക് വിശ്വാസമുണ്ട് ഇത് യാഥാർത്ഥ്യമാകും എന്നുള്ളത്. ആ സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ അല്പം മുമ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ചെല്ലാനം 2ാം ഘട്ട നിർമ്മാണം അത് വളരെ സമയബന്ധിതമായി തന്നെ പൂർത്തിയാകും. അതോടെ ചെല്ലാനം പഞ്ചായത്ത് പൂർണ്ണമായും സുരക്ഷിതമാകും എന്നുള്ളതാണ്. ഇതിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചത് വളരെ പ്രധാനമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആദ്യഘട്ടത്തിന് 347 കോടി രൂപയാണ് ചെലവഴിച്ചെങ്കിൽ 2ാം ഘട്ടത്തിന് 404 കോടി രൂപയാണ്. അപ്പോൾ 751 കോടി രൂപയാണ് ഈ ആകെ ഈ പദ്ധതിക്കായി സർക്കാർ വിനിയോഗിക്കുന്നത്. ഈ 13.5 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ടെട്രാപോഡ് സംരക്ഷണം ഒരുക്കുമ്പോൾ നമ്മളതിന് കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1 കിലോമീറ്ററിന് 65 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്രാധാന്യത്തോടെ സർക്കാർ ഈ തീരദേശ ജനതയെ കാണുന്നു, അവരുടെ ദുഃഖങ്ങളെ കാണുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഒരുക്കണം എന്നുള്ള സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം, അതിൽ നിന്ന് തന്നെയാണ് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനവും നടക്കാൻ പോകുന്നത്. ഷമി, തീർച്ചയായും ഉമേഷ്, നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എപ്പോഴും ഈ പറയുന്നത് പോലെ ഇങ്ങനെ കടൽ വെള്ളം കയറിക്കൊണ്ടേയിരുന്നാൽ അവനവന് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ആയി പോകും. തങ്ങൾക്ക് ഈ സമൂഹത്തിൽ എന്താണ് സ്ഥാനം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അവരുടെ മനസ്സും അവരുടെ ജീവിതവും ആ രീതിയിൽ ഒരു വല്ലാത്തൊരു വേദനയിലേക്ക് പോകും. അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ ഈ പറയുന്ന സമൂഹവുമായി ഒരു വേർതിരിവുണ്ട് എന്ന തോന്നലിലേക്ക് പോകും. അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് അവരുടെ വീടുകൾ ഇപ്പോഴും മറ്റുള്ള വീടുകളെപ്പോലെ തന്നെയാണ്. മഴ പെയ്താൽ അല്ലെങ്കിൽ കടലാക്രമണം ഉണ്ടായാൽ ഒരു പ്രശ്നവുമില്ലാതെ അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ജീവിത സാഹചര്യം തന്നെ മാറുകയാണ്. അവരുടെ മനസ്സിൻ്റെ ആ ഭയം മാറുകയാണ്. അവരും ഈ മുഖ്യധാരയുടെ ഭാഗമാണ് എന്ന ആ കൃത്യമായ ഒരു തോന്നലിലേക്ക് വരികയാണ്. അതിനുള്ള അവസരമാണ് പിണറായി സർക്കാർ ഒരുക്കി കൊടുത്തത്. സ്വാഭാവികമായും അവർക്ക് അതിൻ്റെ ഒരു സ്നേഹവും അവരുടെ ആ ഒരു സന്തോഷവും നേരത്തെ നമ്മളോട് സംസാരിച്ച അമ്മമാരുടെ എല്ലാം വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഉമേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഷമി. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അവർ ഒരിക്കലും ഇത് നടക്കും എന്ന് വിചാരിച്ചതല്ല. അതാണ് ഈ നടന്ന് അവരുടെ മുൻപിൽ തന്നെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി ടെട്രാപോഡ് കടൽ ഭിത്തി ഉയർന്നിരിക്കുന്നത്. അതവർക്ക് ചെറുതല്ലാത്ത സന്തോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം തന്നെ അവർക്ക് തിരിച്ചു കിട്ടിയ ഒരു വലിയ സന്തോഷമാണ്. സ്വന്തം വീടുകളിൽ സുഖമായി ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ള വലിയ സന്തോഷം ഇപ്പോൾ അവർക്കുണ്ട്. ഒരു കാലത്ത് അത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പതിവായി കടലാക്രമണം രൂക്ഷമാവുന്ന ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിൽ പോവുക, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് വേണ്ട. അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മളെല്ലാവരും കഴിയുന്നത് പോലെ തന്നെ ഈ തീരദേശത്തും അവർക്ക് അവരുടെ വീടുകളിൽ സുഖമായി കഴിയാം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത്. ഇന്ന് വലിയൊരു സന്തോഷ നിമിഷമാണ്. കാലത്ത് വലിയ ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിച്ചാർന്നതാണല്ലോ. ഇങ്ങനെ എപ്പോഴും കടലാക്രമണമൊക്കെ ഉണ്ടാവും. പക്ഷേ അതെല്ലാം ഇപ്പോൾ മാറി. ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ നല്ല രീതിയിലൊക്കെ തന്നെ സർക്കാർ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ മാറിയെന്ന് വെച്ചാൽ എല്ലാം മാറ്റി. LDF സർക്കാർ മാറ്റിയതാണത്. ഇത്രയും കാലം ഇവിടെ ഈ ജനങ്ങൾ ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഓട്ടോയില്ലേ എടുത്തിട്ട് കൂടും കിടക്കി എടുത്തിട്ട് പോക്കല്ലേ. ഒരുപാട് ഗവൺമെൻറ് ഇവിടെ ഭരിച്ചില്ലേ. ഈ ഗവൺമെൻറ് വന്നപ്പോഴല്ലേ അതിനായത്. ഇപ്പം അടുത്തതിനും ആയില്ലേ, അടുത്തതിനും ആകുന്നില്ലേ. അതിൻ്റെ ആരംഭമാണിത്. പക്ഷേ LDF ഗവൺമെൻറ് തന്നെ ഇനിയും അധികാരത്തിൽ വന്നെങ്കിലേ ഇത് നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മറ്റേ ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. പറഞ്ഞ് നടക്കുമെന്നുള്ള ബോധ്യമുള്ളതേ പറയൂ, പറയുന്നത് ചെയ്തിരിക്കും. അതാണ് LDF ഗവൺമെൻറ്. വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അതാണ്. അതെ, ഞാൻ ചെല്ലാനം കൊണ്ടു പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഉമേഷ്, അത് തന്നെയാണ് മനുഷ്യരുടെ വാക്കുകളിൽ. മുൻപും ഇവിടെ സർക്കാരുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ചെല്ലാനത്തുകാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരുടെ ജീവിതം മാറിയിരിക്കുന്നു. കടലാക്രമണം ഉണ്ടാകുമ്പോൾ, മഴ പെയ്യുമ്പോൾ അവരുടെ വീട്ടിലേക്ക് കടൽ വെള്ളം ഇരച്ചു കയറുന്നില്ല. അവർക്ക് സമാധാനമായി ഉറങ്ങാം. അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടുന്ന സാഹചര്യം അവർക്കുണ്ടാകുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതത്തെ ആകെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ
10 വർഷത്തെ LDF ഭരണം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.